നമസ്കാരം. ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി പങ്കുവച്ച വീഡിയോ പ്രചരിച്ചതിനു പിന്നാലെ ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നാടൊന്നടങ്കം പ്രതിഷേധത്തിലാണ്. റീച്ചിനു വേണ്ടി ദീപകിനെ മോശക്കാരനായി ചിത്രീകരിച്ച് വീഡിയോ പങ്കുവച്ച മലപ്പുറം സ്വദേശിയായ യുവതിക്കെതിരെയും പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെയും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇരമ്പുന്നത്. എന്തായാലും യുവതിയുടെ രണ്ടാമത്തെ വീഡിയോയാണ് ഇത്തരത്തിൽ ദീപകിനെ കൂടുതൽ അസ്വസ്ഥനാക്കി മാറ്റിയത്. രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റില്ല. വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തതിനാൽ വീട്ടുകാർ പിന്നീട് അയൽവാസികളെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ ഒന്നിച്ചെത്തി. അങ്ങനെ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപകിനെ കണ്ടത്. ഈ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് യുവാവ് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. തന്നോട് മോശമായി പെരുമാറി എന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം യുവതി വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ദീപക് അത്തരമൊരു സ്വഭാവക്കാരനല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽവാസികളും എല്ലാവരും തന്നെ. യുവതി അരീക്കോട് പഞ്ചായത്തിലെ UDF വാർഡ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ യുവതിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും നീക്കം നടത്തുകയാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ദീപക് ഏറെ അസ്വസ്ഥനായിരുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ദീപക് ഉറപ്പിച്ച് പറഞ്ഞത്. 7 വർഷമായി ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു ദീപക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ദീപകിന് നീതി കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ രംഗത്തെത്തിയത്. വീഡിയോ പ്രചരിച്ചപ്പോൾ തന്നെ ദീപക് നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. വീഡിയോ പുറത്തു വന്നതോടെ മകനാകെ തകർന്നിരുന്നുവെന്നാണ് ദീപകിന്റെ പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മദ്യപാനശീലം പോലുമില്ലാത്ത യുവാവാണ് ദീപക് എന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചതെന്നും ഇതിനെ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. പയ്യന്നൂരിൽ സ്വകാര്യ ബസ്സിൽ വെച്ച് ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ച് പൊതുപ്രവർത്തക കൂടിയായ യുവതി ഇൻസ്റ്റാഗ്രാമിൽ വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാവിലെ 7 മണിയോടെ കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം അച്ഛനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. സാമൂഹിക മാധ്യമങ്ങളിലെ യുവതിയുടെ ആരോപണം ദീപകിനെ മാനസികമായി തകർത്തെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ദീപക് നിരപരാധിയാണെന്നും ഇക്കാര്യത്തിലുള്ള വിഷമം ഇന്നലെ രാത്രിയിലും പങ്കുവച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ഒരു പ്രശ്നത്തിനും പോകാത്തയാളാണ് ദീപക്. യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ പോയത് ഒരു ജീവനാണ്. അച്ഛനും അമ്മയ്ക്കും ഇനി ആരുമില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് കണ്ടറിയണം എന്ന് നാട്ടുകാരും പറയുന്നു. സ്വകാര്യ കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ ദീപക് ഔദ്യോഗിക ആവശ്യത്തിനായി പയ്യന്നൂരിൽ പോയപ്പോഴാണ് സംഭവം. അതേസമയം മോശമായ രീതിയിൽ സ്പർശിച്ചു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി. ഇക്കാര്യം അന്നു തന്നെ വടകര പോലീസിനെ അറിയിച്ചതാണെന്നും യുവതി പറഞ്ഞു. അതേസമയം അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് വടകര പോലീസ് പറയുന്നത്. ബസ്സിൽ തനിക്കെതിരെയുണ്ടായ പെരുമാറ്റം ഗുരുതരമായ മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമെന്നാണ് ഷിംജിത വീഡിയോയിൽ പറയുന്നത്. അറിയാതെ സ്പർശിക്കുന്നതല്ലെന്നും തെറ്റിദ്ധാരണ അല്ലെന്നുമാണ് ഷിംജിതയുടെ വാദം. ഗുരുതരമായ മാനസിക വൈകല്യവും ലൈംഗിക കുറ്റകൃത്യവുമാണ് ബസ്സിൽ വച്ചുണ്ടായതെന്ന് ഷിംജിത വീഡിയോയിൽ പറഞ്ഞു. കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ആർക്കാണ് അവകാശമെന്നും കുറ്റാരോപിതന് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലെന്നും ഷിംജിത പറഞ്ഞു. സമൂഹവും കുടുംബവും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളെ മനസ്സിലാക്കി തിരുത്തണമെന്നും ഷിംജിത വീഡിയോയിൽ പറയുന്നു. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാളെ ബസ്സിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് നേരെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വൈറലാകാനായി ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കാനാണ് പരാതി നൽകിയതെന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ദീപക് എന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായങ്ങൾ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ദീപകിന്റെ 42ാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ ഇത്തവണ ദുഃഖത്തിലാണ്ടുപോയ ആ ദിവസത്തിന് പിറ്റേന്നാണ് ദീപക് അപമാനഭാരത്താൽ ജീവനൊടുക്കിയത്. ശനിയാഴ്ച രാത്രിയും ദീപക് കൂട്ടുകാരെ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊക്കെ മുമ്പേ
ദീപക് ഈ ലോകത്തോട് വിട പറഞ്ഞു.